ഇന്ന് നല്ല മഴയൊക്കെ ആയിട്ട് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. ചേമ്പ് അവിച്ച് നിന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോ ചേമ്പ് അങ്ങനെ അവിച്ച് നല്ല മുളകൊക്കെ ഞവടി അങ്ങനെ കഴിക്കാം, ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഗൾഫിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇത് നാട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് കാണാനേ വീഡിയോയുള്ളൂ, അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഒരു കിലോ ചേമ്പ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചേമ്പാണ് കിട്ടിയത്. നമ്മൾ കുറച്ച് കിഴങ്ങ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അവിക്കാനുള്ള പരുവത്തിൽ നമ്മൾ അവിടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ചേമ്പ് നമ്മൾ ഇതേപോലെ നല്ല കഴുകി വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി. അപ്പോൾ ചേമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നല്ലപോലെ ചിരണ്ടി വൃത്തിയാക്കണം കേട്ടോ. ചിരണ്ടുക എന്നൊക്കെ പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുന്നത്. വേറെ എന്തിന് ഈ കൊല്ലം അപ്പുറത്തോട്ടൊക്കെ എന്താ പറയുക, പറണ്ടുക എന്ന് പറയുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയും, ഇതിനെ അറിയത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് ട്രിവാൻഡ്രം ഭാഗത്തോട്ടൊക്കെ പറയുന്നത് ചിരണ്ടി എടുക്കുക എന്ന് പറയും. അപ്പോൾ നല്ലോണം ചിരണ്ടിയിട്ട് ഇത് വെള്ളത്തിലിട്ട് വൃത്തിയായിട്ട് കഴുകി നമുക്കിത് സുന്ദര കുട്ടപ്പനായിട്ട് കുക്കറി കയറ്റി പീസിലടുപ്പിച്ച് വേവിച്ച് ഇറക്കി പിന്നെ നമുക്ക് കഴിക്കുന്ന ഒരു വിധം വേറെയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഭംഗിയായിട്ട് മഴക്കാലത്ത് നമുക്കിതെങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഏകദേശം ഒന്നല്ല, നല്ല വൃത്തിയായിട്ട് വെന്തു, നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വെന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വെന്തു. പുട്ട് പോലെ വെന്തു എന്ന് പറയാം, പുട്ട് പോലെ ഇരിക്കുന്നു പറയുന്നത്, അതേപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുത്തി നോക്കുമ്പോൾ ഇത് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ഭംഗിയായിട്ട് ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടെ ഊറ്റിക്കളഞ്ഞ് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കത്തിക്കുക, ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കുക. കാരണം എന്നിട്ട് ഇവനെ എടുത്തിട്ട് അങ്ങനെ മാറ്റി വയ്ക്കണം. അതവിടെ ഇരുന്നോട്ടെ. നമ്മൾ ആൾറെഡി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ, ഇനി ഉപ്പൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്കിനി കുറച്ച് ചമ്മന്തി, ചമ്മന്തി അല്ല, നമ്മളിവിടെ എന്താ മുളക് ഞവടിയെന്നാണ് പറയുന്നത്. നമുക്കിത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. മുളക് ഞവടിയത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കുറച്ച് മണമുള്ള മുളകും കുറച്ച് പച്ചമുളകും സവാളയും പിന്നെന്താ ലേശം പുളിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കുഴച്ച്, അല്ലെങ്കിൽ ഒരു മിക്സിയിട്ട് 2 അടി ക്രഷ് ചെയ്ത് എടുത്തിട്ട് ഇതിൽ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞവിടെ അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞമ്പി എടുത്തിട്ട് ഇതങ്ങോട്ട് ഒരു വാഴയില വെട്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് വെക്കണം. അതിലിരിക്കുന്ന കുക്കറിൽ ഇങ്ങനെ ചേമ്പൂടെ ആ വാഴയിലോട്ട് അങ്ങോട്ട് തട്ടണം. എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് എടുത്തിട്ട് ഒരു കഷ്ണം അങ്ങനെ എടുത്തിട്ട് അതിന് മുക്കിയിട്ട് ഇങ്ങനെ ഈ തണുപ്പത്ത് ഈ മഴയുള്ള സീസണിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കഷ്ണം അങ്ങോട്ട് കഴിച്ച് ആ ചൂടോടെ അങ്ങോട്ട് തിന്നാലുണ്ട സാറേ. ഓ സൂപ്പർ, എനിക്ക് ഭയങ്കര എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡാണത് കേട്ടോ. ചേമ്പ് വെച്ചത് കിഴങ്ങ് വെച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ. ചേമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് അടിക്കാതെ പോരുത്. എല്ലാവരും ലൈക്ക് അടിക്കുക, വീട്ടിലുണ്ടാക്കി നോക്കുക. നല്ല മഴ വരുവാണ്, ഇന്നലെയൊക്കെ ഇവിടെ തകർത്ത് രാത്രി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.